കീഴടങ്ങുമോ കേന്ദ്ര സർക്കാർ എന്നതാണ് ചോദ്യം. മധു, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്താണ് അടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ വരുന്നത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം എത്തുന്നത്. എവിടെ പാർലമെന്റിൽ ഇതുവരെ പ്രതിപക്ഷത്തിന് മുഖം കൊടുക്കാതിരുന്ന പ്രധാനമന്ത്രി എക്സിൽ ട്വീറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു. 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഞാൻ നോക്കുകയായിരുന്നു, NTയിൽ അതിന് പെർമനന്റ് ആയിട്ടുള്ളത് എത്ര സ്റ്റാഫാണെന്നറിയുമോ? 39-ൽ ഇപ്പോഴുള്ളത് 24 പേർ മാത്രം. അപ്പോൾ ബാക്കി പിരിച്ചുവിട്ടിരിക്കുന്നത് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതാണ് വലിയ കാര്യമായി പറയുന്നത്. കീഴടങ്ങുമോ എന്നതാണ് ചോദ്യം. അർദ്ധരാത്രിയിൽ ഉറക്കം എഴുന്നേറ്റൊരു കേന്ദ്ര സർക്കാർ ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയത്തിലെ വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ്. പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അദ്ദേഹത്തിന് സംസാരിക്കേണ്ടായിരുന്നു ഈ വിഷയത്തിൽ. അർദ്ധരാത്രി എന്നിട്ട് അതിൻ്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നരേന്ദ്രമോദി ആ ക്യാമറ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാമറ ആംഗിൾ ജനങ്ങളോട് സംവദിക്കുന്നത്, എങ്ങനെയാണ് ഒരു വലിയ പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ഭരണകൂടം എന്നതിനപ്പുറത്ത് നരേന്ദ്രമോദിയുടെ വളരെ വ്യക്തിപരമായ അപ്രോച്ച് ജനങ്ങളെ സ്വാധീനിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് എക്സിൽ 13 മില്യൺ ആളുകൾ ഇത് കണ്ടത് തുടങ്ങിയ ക്യാപ്സ്യൂളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഇന്ത്യയിലേക്കാണെന്നറിയാമോ? കുറേയേറെ മനുഷ്യർ, എണ്ണാൻ കഴിയാവുന്നതിലും ഏറെ മനുഷ്യർ ആർക്കൊക്കെയോ വേണ്ടി, ഒരുപക്ഷെ പേര് പോലും അറിയാത്ത 10-20 കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനും ജീവനും വേണ്ടി തെരുവിൽ കിടന്ന് പോലീസിന്റെ അടി വാങ്ങുന്ന അതേ ഇന്ത്യയിലേക്കാണ് ഈ അൽഗോരിതത്തിന്റെ കണക്കുകൾ വരുന്നത് എന്നത് തമാശയാണ്. പരിതപിക്കേണ്ടുന്ന തമാശയായി മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരു സർക്കാർ പൊടുന്നനെ ഈ ഉണ്ടിരിക്കുമ്പോൾ ഉള്ളുവിളി ഉണ്ടാകുന്നത് പോലെ വന്നതല്ല. എപ്പോഴാണ്? ഇന്നലെ രാത്രി 12 മണിയായിട്ടും ഉറക്കം വരാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ നൽകേണ്ടി വന്നത്. എന്തുകൊണ്ടാണ്? ഇന്നലെ ഗാന്ധി സ്മൃതിയിലേക്ക്, ആ പേര് പേടിപ്പിക്കുന്ന ഒരു പേരാണ്, ഗാന്ധി സ്മൃതിയിലേക്ക് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടത്തിയ ഒരു യാത്ര, അത് ഉറങ്ങാൻ അനുവദിക്കാത്ത ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ എന്നുള്ളതാണ്. അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു സമരത്തെ പ്രതിരോധിക്കാൻ ആയുധങ്ങളില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പറയുന്ന വീഡിയോ പുറത്തിറങ്ങുന്നത്. എന്നിട്ട് ഇന്ന് പാർലമെന്റിൽ കിരൺ റിജിജു പറയുകയാണ്, പ്രധാനമന്ത്രി രാജ്യത്തോട് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. പ്രധാനമന്ത്രിക്ക് രാജ്യത്തോട് വിശദീകരിക്കാൻ എക്സ് ഇല്ലെങ്കിൽ എന്തു ചെയ്യും? അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹം എന്തു ചെയ്യുമായിരുന്നു? അദ്ദേഹം പാർലമെന്റിൽ വരുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. അദ്ദേഹം ഈ കാര്യത്തിൽ ജനങ്ങളോട് പാർലമെന്റിലൂടെ സംവദിക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് ഈ കാര്യത്തിൽ സംവദിക്കുന്നുണ്ടോ? ഇല്ല എന്നതാണ് ഉത്തരം. എക്സിന്റെ ഗുണം എന്താണ്? തിരിച്ചു ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആ കമന്റുകൾ വായിച്ച് മറുപടി പറയേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടാകുന്നില്ല എന്നിടത്താണ് അദ്ദേഹം ആ പ്ലാറ്റ്ഫോം ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ എന്നഭിരമിക്കുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ആരെങ്കിലും മുന്നിൽ വന്ന നരേന്ദ്രമോദി ഇരുന്നാൽ ഇത് ചോദിച്ചു കളയും എന്ന് വിചാരിച്ചിട്ടല്ല ഞാനത് പറയുന്നത്. എന്നിരുന്നാൽ പോലും ചോദ്യത്തിനുള്ളൊരു സാധ്യത പോലും ഇല്ലാതെ പോകുന്നു എന്നിടത്താണ് എക്സ് കൂടുതൽ പ്രിവിലേജ്ഡ് ആകുന്നത്, എക്സ് കൂടുതൽ സൗകര്യപ്രദമാകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ വിചാരിക്കേണ്ടതുണ്ട്. എന്തിനാണ് പാർലമെന്റ് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ആനുകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് വിഷയത്തിലാണ് രാഷ്ട്രീയ ചർച്ച ഉണ്ടാകേണ്ടത്? അവിടെ പ്രധാനമന്ത്രിക്ക് സംവദിക്കാനില്ല. പ്രധാനമന്ത്രി ഒരു എക്സ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ രാഹുൽ ഗാന്ധി പത്തറ്റിക് മിഡ് നൈറ്റ് വീഡിയോ എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാജ്യത്തോടൊന്നും പറയാനില്ല, പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കേണ്ടതില്ല, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല എന്നെങ്ങനെയാണ് ഒരു കേന്ദ്ര സർക്കാർ സംവിധാനത്തിന് യാതൊരു ഈ പറയുന്ന നാണക്കേടുമില്ലാതെ പാർലമെന്റിൽ വന്നെന്ന് പറയാൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ടോ ഇന്ന് പ്രതിപക്ഷ നേതാക്കൾ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്പീക്കർ ന്യായീകരിക്കുന്നുണ്ട് ഈ പറയുന്ന തീരുമാനങ്ങളെ. അപ്പോൾ അവിടെ മറ്റൊരു സൗകര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് രാവിലെ വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാരിൽ നിന്ന് അദ്ദേഹം നീര് വാങ്ങി കുടിച്ച സമരം അവസാനിപ്പിക്കുമ്പോൾ അപ്പോൾ നീറ്റ് പുനഃപരീക്ഷ നടത്തിയിട്ടില്ലേ? ഒന്നാമത്തെ സൗകര്യം. രണ്ടാമത്തേത്, പ്രധാനമന്ത്രി രാജ്യത്തോട് വിശദീകരിച്ചു കഴിഞ്ഞില്ലേ? രണ്ടാമത്തെ സൗകര്യം. മൂന്നാമത്തേത്, വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞില്ലേ? മൂന്നാമത്തെ സൗകര്യം. ഈ 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇനി എന്തിനാണ് പാർലമെന്റിൽ ചർച്ച എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ സൗകര്യമായല്ലോ. രാവിലെ എഴുന്നേറ്റ് ഭരണപക്ഷം കുറെ പോസ്റ്റ് ഇടുക, പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പ്രതിപക്ഷം കുറെ പോസ്റ്റ് ഇടുക. പാർലമെന്റ് എന്തിനാണ് പഴയ പാർലമെന്റ് പോരാഞ്ഞിട്ട് കോടികൾ ചെലവഴിച്ച് പുതിയ പാർലമെന്റ് കെട്ടിയിട്ടിരിക്കുന്നത്? എന്തിനാണ് അവിടേക്ക് അംഗങ്ങളെ തികയ്ക്കാൻ വേണ്ടി പുതിയ ബില്ലുകൾ കൊണ്ടുവരാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്? എക്സ് പോരെ, സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പോരെ പിന്നെ എന്നുള്ളതാണ് എൻ്റെ സംശയം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് പ്രതിപക്ഷം സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കഴിഞ്ഞ 5 ദിവസവും കാണുന്നത് എന്താണ്? ഒരു വാക്ക് പൂർണ്ണമായും സംസാരിക്കാൻ കഴിയുന്നില്ല. ഇത് അവഹേളനവും അധിക്ഷേപവുമാണ് ഉണ്ടാകുന്നത് എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട്. അതായത് ചർച്ചയാകാമെന്ന് കഴിഞ്ഞ ദിവസം സ്പീക്കർ പറഞ്ഞു. ചർച്ചയാകാമെന്ന് പറഞ്ഞ് സ്പീക്കർ പിന്നെ പാർലമെന്റിലേക്ക് വരുന്നില്ല. ഒന്നാമത്തെ അധിക്ഷേപം. ഇന്ന് മല്ലികാർജ്ജുന ഖാർഗെ സംസാരിക്കാൻ എഴുന്നേറ്റ് ഒരു വരി തീർക്കുന്നതിന് മുമ്പ് സഭ പിരിഞ്ഞിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു രാഷ്ട്രീയ മല്ലികാർജ്ജുന ഖാർഗെയെ പോലെ മുതിർന്നൊരു നേതാവിനോട് ഒരു സഭ ചെയ്യുന്നതാണ്. രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിൽക്കുന്നു, സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. KC വേണുഗോപാൽ ഏറെക്കുറെ സംസാരിച്ചു തുടങ്ങുന്നു, അപ്പോഴത്തേക്കും സഭ പിരിയുന്നു. ഇങ്ങനെ ഈ ഡൽഹി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയമോ, നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയമോ, അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ യുവജനങ്ങളോട് ഇവിടുത്തെ പോലീസ് ചെയ്യുന്ന
പീഡനങ്ങളോ ഈ ഒരു വാക്കും പാർലമെന്റിൽ മുഴങ്ങേണ്ടതില്ല എന്ന തീരുമാനം രാഷ്ട്രീയമായി എടുത്തിരിക്കുന്നു. അപ്പോൾ പിരിഞ്ഞു കളയും സഭ. അതെന്ത് സഭയാണ്? അതിനെയാണോ ജനങ്ങളുടെ സഭ എന്ന് പറയേണ്ടത്? ഈ ഒരു വാക്ക് മിണ്ടിയാൽ അപ്പോൾ പിരിഞ്ഞു കളയുന്ന സഭ. ഇപ്പോൾ ഇന്ന് കാർഗിൽ ദിവസത്തിന്റെ അനുസ്മരണം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം 2 ദിവസം ഇനി സഭ കൂടേണ്ടതില്ല. 26-ാം തീയതിയാണല്ലോ. 24-ാം തീയതി അത് പറഞ്ഞ് 2 ദിവസത്തേക്ക് സഭ പിരിഞ്ഞിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യാമെന്നാണ് കരുതിയത്. അവിടെയാണ് CJP-യുമായി ഇന്ന് യോഗം നടക്കുന്നത്. 2 കേന്ദ്രമന്ത്രിമാരടക്കം പറയുന്നു പ്രധാനല്ലാതെ മറ്റെന്തും എന്നാണ്. പ്രധാന്റെ രാജിയല്ലാതെ മറ്റെന്തും എന്നുള്ളതാണ്. എന്താണ് ആവശ്യം? എന്താണ് തെരുവിലുയരുന്ന മുറവിളി? എന്താണ് ആവശ്യം? എന്താണ് മുദ്രാവാക്യം? അതിനെ മുഴുവനും റദ്ദാക്കിക്കൊണ്ട് പ്രധാനല്ലാതെ മറ്റെന്തും. 1 കോടി കൊടുക്കണോ? കൊടുക്കാം. കേസ് എടുക്കണ്ടേ? എടുക്കണ്ട. പോലീസുകാർക്കെതിരെ നടപടി വേണോ? എടുക്കാം. ഇങ്ങനെയാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന NTA-യിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചു വിട്ടതുപോലെ ഞങ്ങൾ 14 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ എണ്ണം എടുക്കുമോ? ഇന്നും വന്ന് ജന്തർ മന്ദറിൽ പോയി ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിരുന്ന എന്നോട് ചർച്ചയിൽ പറഞ്ഞു നെയിം ബോർഡില്ല പോലീസുകാർക്കെന്ന്. ഇന്നലെയും നമ്മൾ മീറ്റെടുത്തേസിൽ ഉന്നയിച്ചതാണ്. നെയിം ബോർഡില്ല പോലീസുകാർക്ക്. പോലീസുകാരെന്ന് അവർ അവകാശപ്പെടുകയാണ്. യൂണിഫോം പോലുമില്ല പത്തലുമായി തല്ലാൻ വരുന്നവരിൽ പലർക്കും. അപ്പൊ അങ്ങനെ പോലീസാണോ ഗുണ്ടകളാണോ എന്നറിയാത്ത ആളുകളെ പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? അവർ FIR ഇനി എടുക്കുന്നില്ല, അല്ലെങ്കിൽ എടുത്ത FIR രജിസ്റ്റർ റദ്ദാക്കും എന്ന് പറഞ്ഞാൽ മതിയോ? FIR എടുത്താൽ റദ്ദാക്കാൻ കഴിയുമോ? അതിനെന്തൊക്കെ നടപടികൾ വേണ്ടി വരും? ഇതൊക്കെ ഈ പറയുന്ന യുവാക്കൾക്കെതിരെ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ KC വേണുഗോപാൽ സംസാരിക്കാൻ എഴുതേക്കുന്നു, സമ്മതിക്കുന്നില്ല. രാഹുൽ ഗാന്ധി എഴുതേക്കാൻ ശ്രമിക്കുന്നു, സമ്മതിക്കുന്നില്ല. CJP-യുമായിട്ടുള്ള ചർച്ച ഇന്ന് വരെ പൂർണ്ണ പരാജയമാണ്. തൊട്ടുപിന്നാലെ ചർച്ച പരാജയപ്പെടുന്നതിന് തൊട്ടു പിന്നാലെ PR സുനിൽ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പ്രധാന്റെ രാജിക്കില്ല എന്നുള്ളത്. നാളെ ഉച്ചവരെ സമയം ചോദിച്ചിട്ടുണ്ട്. അതെന്തിനാണ് എന്നും വ്യക്തമാകുന്നില്ല. നേരത്തെ PR സുനിൽ പറഞ്ഞ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആന്റി പേപ്പർ ലീക്ക് ബിൽ. പേപ്പർ ലീക്ക് എന്നൊന്ന ബില്ലിന്റെ പേരിൽ വന്നാൽ മതി. ആന്റി പേപ്പർ ലീക്ക് ബിൽ എന്നൊരു ബില്ല് കൊണ്ടുവരും എന്നാണ് അറിയപ്പെടുന്നത്. നോക്കൂ, 2024 ഇത് ആദ്യമായിട്ടല്ലോ നീറ്റ് പരീക്ഷയുടെ പ്രശ്നം. നീറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് 2013-ൽ. 2014 സുപ്രീം കോടതി ഇന്റർവെൻഷനോടുകൂടി 2014-ലും 2015-ലും നീറ്റ് നടക്കുന്നില്ല. പിന്നീട് 2016 മുതൽ നീറ്റ് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഏത് കാലമാണ്? ഏത് ഭരണകാലമാണ്? അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിലും നരേന്ദ്രമോദി സർക്കാരിന് കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പുകളിലുമാണല്ലോ. അപ്പോൾ അതിന് വന്നിരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടോ സംവിധാനവുമായി ബന്ധപ്പെട്ടോ ഏജൻസികളുമായി ബന്ധപ്പെട്ടോ ഒക്കെ വരുന്ന പ്രശ്നങ്ങൾക്ക് ആര് മറുപടി പറയും? 2024-ൽ പേപ്പർ ലീക്ക് ഉണ്ടായി. വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധം നടത്തുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ അന്നും റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. അന്നും ഒരു നിയമം പാസ്സാക്കലാണ് ഉണ്ടായത്. ഇന്നും ഒരു നിയമം പാസ്സാക്കലാണ് പ്രതിവിധിയായി കാണുന്നത് എന്നുള്ളതാണ്. അന്ന് പാസ്സാക്കിയ നിയമത്തിന്റെ പേര് പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻസ് ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024. അത് പാസ്സാക്കിയിട്ടുണ്ട്. അതിന് പ്രകാരം 1 കോടി രൂപ നഷ്ടപരിഹാരം ഈടാക്കാൻ കഴിയും. അതിന് പേരിൽ 10 വർഷം വരെ തടവ് ശിക്ഷയുമുണ്ട്. അപ്പം പര്യാപ്തമായ നിയമം രാജ്യത്ത് നിലവിലുണ്ട്. ഈ പിരിച്ചുവിട്ടപ്പെട്ട 47 പേർക്കെതിരെ ഈ വകുപ്പുകൾ പ്രകാരം ഈ സർക്കാർ കേസെടുക്കുമോ? 47 പേർ കുറ്റക്കാരായതുകൊണ്ടാണല്ലോ പിരിച്ചുവിട്ടിരിക്കുന്നത്. ആ 47 പേർക്കെതിരെ ഈ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമോ എന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇനി ഒരു പേപ്പർ ലീക്ക് ബിൽ, ആന്റി പേപ്പർ ലീക്ക് ബിൽ കൂടി കൊണ്ടുവരുന്നത് കണ്ണിൽ പൊടിയിടാനാണ് എന്നുള്ളതാണ്. നേരത്തെ PR സുനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ ഇറക്കിയിട്ടില്ല. ഈ 47 പേർ ആരാണ് എന്നറിയില്ല. 30-ലധികം ആളുകളാണ് NTA-യിൽ ഉള്ളത്, സ്ഥിരം ജീവനക്കാർ. എത്ര പരീക്ഷ നടക്കുന്ന സംവിധാനമാണെന്ന് ആലോചിക്കണം. 37 പേരോ മറ്റുമാണ് അവർക്ക് സ്ഥിരം ജീവനക്കാരുള്ളത്. ബാക്കി മുഴുവൻ താൽക്കാലിക ജീവനക്കാർ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പരീക്ഷാ ക്രമക്കേടുകൾ ഉണ്ടാകുന്നത്. കോടികൾ, എത്രയാണ്? 1.53 ലക്ഷം കോടി രൂപ ചെലവഴിക്കുന്ന ഒരു സംവിധാനത്തിന് 50 പേരെ സ്ഥിരം ജീവനക്കാരാക്കി വെക്കാൻ കഴിയുന്നില്ല. AI സംവിധാനം ഉപയോഗിച്ച് പേപ്പറുകൾ അടക്കം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന ആരോപണം. എന്നിട്ട് പഴയ UPA കാലത്തെ പരീക്ഷാ പേപ്പർ ലീക്കേജിനെ കുറിച്ച് വീണ്ടും ചോദിക്കുകയാണ്. എന്തിനാണ് നീറ്റ് പരീക്ഷ നടത്താൻ ഉള്ള തീരുമാനമുണ്ടാക്കിയത്? ഈ പരീക്ഷാ സംവിധാനത്തിന് പ്രശ്നമുണ്ട് എന്നും കേന്ദ്രീകൃത സംവിധാനം വേണം എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ. അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് 2 വർഷം നിർത്തിവെക്കുന്നു. പിന്നീട് തിരിച്ചു വരുമ്പോൾ പഴുതടച്ചൊരു സംവിധാനം എന്നല്ലേ വിചാരിക്കുന്നത്? അപ്പോൾ ആ പഴുതുകൾ ഉണ്ടാക്കിയത് ആരാണ്? അതിന്റെ ലാഭക്കണ്ണുകൾ ഈ പറയുന്ന സ്വകാര്യ ഏജൻസികൾക്കടക്കം ട്രെയിനിങ് സെന്ററുകൾക്കടക്കം തുറന്നു കൊടുക്കുന്നത് ആരാണ്? എന്താണ് അതിലെ ബന്ധം? രാഷ്ട്രീയ ബന്ധം? ആരാണ് ഇതിന് ഉത്തരവാദിത്തം പറയുക? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ കണ്ണിൽ പൊടിയിടുന്ന ചികിത്സകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല. കീഴടങ്ങുമോ എന്ന ചോദ്യത്തിന് എനിക്കുറപ്പൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ധാർമ്മികമായ ഗ്രൗണ്ടിൽ രാജിവെക്കണമെങ്കിൽ ഏറ്റവും വേണ്ടത് എന്താണ്? ധാർമ്മികതയാണ്. അതുണ്ടെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ആ സ്ഥാനത്തിരിക്കില്ല. അതെന്നേ നരേന്ദ്രമോദി ചോദിച്ചു വാങ്ങുമായിരുന്നു എന്നൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് കീഴടങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ സമരം അത് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാജ്യത്തെ യുവത്വത്തിന് അനീതികളോട് ശബ്ദമുയർത്താനുള്ള കഴിവും കെൽപ്പുമുണ്ട് എന്ന് അത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. Meet the editors.